പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വന്ദനം. ഈ മാർച്ച് മാസത്തിൻ്റെ ഒടുവിലത്തെ ആഴ്ചയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് കോട്ടയും കാവലുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ മാസത്തിൻ്റെ ഒടുവിലത്തെ ആഴ്ച കാണാനും ഒടുവിലത്തെ ആഴ്ചയിലൂടെ തുടർന്നുള്ള ആഴ്ചകളുടെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ദൈവം നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് നാം റോമാലേഖനത്തിൽ കാണുന്നു. വിശ്വാസത്താൽ ജീവിക്കാൻ കഴിയും. അനേകർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന സമയത്ത് അകത്ത് വിശ്വാസമുള്ളൊരു ദൈവ പൈതൽ പറയും, എൻ്റെ ഓരോ ദിവസവും അനുഗ്രഹമായിരിക്കും, എൻ്റെ ഓരോ ആഴ്ചയും അനുഗ്രഹമായിരിക്കും, എൻ്റെ ഓരോ മാസങ്ങളും എൻ്റെ ഓരോ സംവത്സരങ്ങളും ദൈവം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കും. നമ്മുടെ സംവത്സരങ്ങൾ ആരംഭത്തേക്കാൾ നല്ല അവസാനമുള്ള സംവത്സരങ്ങളാക്കി ഇനിയുള്ള നാളുകളിൽ ദൈവം നമ്മെ അഭിവൃദ്ധിപ്പെടുത്തും. നമ്മൾ ആരംഭിച്ചത് എന്തുമാകട്ടെ, അതിനെക്കുറിച്ച് യെശയ്യാവിൽ പറയുന്നു, പണ്ടുള്ളതിനെ ഓർക്കേണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം പഴയതിൽ തന്നെ ഇട്ട് നമ്മെ വേദനിപ്പിക്കുന്ന, കഴിഞ്ഞ നാളുകളിലുള്ള അവസ്ഥയിൽ തന്നെ ഇട്ട് നമ്മെ അസ്വസ്ഥമാക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം നമുക്ക് പുതിയ ദിവസങ്ങൾ, മാസങ്ങൾ, സംവത്സരങ്ങൾ തരുന്ന ദൈവമാണ്. അത് കർത്താവ് നമുക്ക് തരുന്നതാണ്. അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നു, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. അതിൻ്റെ അർത്ഥം ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും ദൈവം നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ സമയത്ത്, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായിരിക്കണം. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന ഈ മാസം നിങ്ങൾക്ക് 1-ാമത്തെ മാസമായിരിക്കണം. എന്താണത്? ഞാൻ നിങ്ങൾക്ക് പുതിയ ആരംഭങ്ങളെ തരുന്ന ദൈവമാണ്. ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഫറവോൻ്റെ ഇഷ്ടിക ചൂളയിലെ കഠിനാധ്വാനത്തിൻ്റെ സീസൺ കഴിഞ്ഞു. പഴയതിനി ഓർക്കണ്ട, ഫറവോനെ ഇനി ഓർക്കണ്ട, ഇന്ന് കാണുന്ന മിസ്രൈമ്യരെ ഇനി നിങ്ങൾ ഒരു നാളും കാണില്ല എന്ന് ദൈവം പറഞ്ഞു. ഇതുപോലെ പഴയതിനെ മുഴുവനുമായി മറക്കുമാറാക്കുന്ന ദൈവം, പുതിയതിലേക്ക് കാലെടുത്തു വെക്കാൻ നമ്മെ സഹായിക്കുന്ന ദൈവം, നല്ല അന്ത്യങ്ങളിലേക്ക്, നല്ല പൂർത്തീകരണങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്ന ദൈവം. അതിനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. യേശുവിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നിൻ സ്നേഹത്താൽ എന്നെ മറയ്ക്കണേ യേശുവേ, നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ യേശുവേ, നിൻ സാന്നിധ്യം എന്നെ നടത്തണേ യേശുവേ, അങ്ങേ ദർശിപ്പാൻ എനിക്കാവണേ യേശുവേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ, നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ, നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. നിൻ സ്നേഹത്താൽ എന്നെ മറയ്ക്കണേ യേശുവേ,
നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ എന്നേശുവേ. നിൻ സാന്നിധ്യം എന്നെ നടത്തണേ എന്നേശുവേ. അങ്ങേ ദർശിപ്പാൻ എനിക്കാവണേ എന്നേശുവേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലറിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലറിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നിലെ ദുഃഖങ്ങൾ, എന്നിലെ വേദന നിന്നോട് ചേരുമ്പോൾ ഉരുകി മാറും. എൻ ബലഹീനത, എൻ പാപരോഗങ്ങൾ നിന്നിൽ വസിക്കുമ്പോൾ മറന്നു പോകും. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലറിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലറിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകണമേ എന്നേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകണമേ എന്നേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ശൂന്യത മാറണമെങ്കിൽ അങ്ങേക്ക് മാത്രമേ അത് കഴിയത്തുള്ളൂ. ഈ ഭൂമിയിൽ സമ്പത്ത് നേടിയാലും പ്രശസ്തി നേടിയാലും പണം നേടിയാലും എന്തെല്ലാം നേടിയാലും അതൊന്നും ഞങ്ങൾക്ക് തൃപ്തി വരില്ല. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനൊന്ന് നിറയ്ക്കണമേ കർത്താവ്. അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ നിറയ്ക്കാൻ കഴിയത്തുള്ളൂ. യേശുവെ, ഞങ്ങളെ തരുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നു. ഒന്ന് ചേർന്ന് പാടാം. യേശു അങ്ങില്ലെങ്കിൽ, യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലറിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലറിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലറിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലറിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകണമേ എന്നേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകണമേ എന്നേശുവേ.
നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ സാധാരണമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്, ഇത് എൻ്റെ വിധിയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ ഭവിക്കൂ, ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടാണ് ഞാനൊക്കെ വളർന്നത്. കാരണം നമ്മുടെ വീട്ടിലും പറയും, നമ്മുടെ ചുറ്റുവട്ടത്തുനിന്നും എല്ലാവരും കേൾക്കുന്നതും ഒക്കെ ഇതാണ്. ചിലർക്കൊക്കെ നല്ല ഭാഗ്യമുള്ള ജീവിതമുണ്ട്, അവർ ഭാഗ്യവാന്മാരാണ്. നമ്മളൊക്കെ ഇതൊക്കെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ ഇതിനൊന്നും യാതൊരു വിലയുമില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനെ അവന് ഈ സാഹചര്യങ്ങളെല്ലാം മാറ്റിമറിക്കാൻ കഴിയും. വിധി എന്നുള്ളത് ഉണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം വെച്ച വിധിയാണ് നമ്മുടെ വിധി. ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നത് വിധി എന്ന ഒന്നില്ല, ഉണ്ട്. എന്നെക്കുറിച്ച് അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്, അതാണ് എൻ്റെ വിധി. ആ വിധിയിലേക്ക് നാം വരണമെങ്കിൽ നാം ഒരു ദൈവ പൈതലായി തീരണം. ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, നാം ദൈവത്തിൻ്റെ വഴിയിലാണെങ്കിൽ, നാം ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലൂടെ പോയാൽ ദൈവം നമ്മെക്കുറിച്ച് പദ്ധതിയിട്ടിരിക്കുന്ന, നമ്മുടെ ഭാഷയെ പറയുന്ന വിധിയിൽ നമ്മൾ എത്തും. അതാണ് നമ്മുടെ വിജയത്തിൻ്റെ പൂർത്തീകരണം. ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്ന 800-ലധികം മനുഷ്യർക്കും ദൈവം വെച്ചിരിക്കുന്നത് നല്ല വിധികളാണ്. എന്നാൽ അതിലാരും എത്തുന്നില്ല. എന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയാണ് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന എല്ലാവർക്കും അവിടെ എത്തിച്ചേരാൻ കഴിയില്ല. എന്നാൽ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവൻ അവനത് സ്വന്തമാക്കും. അതുകൊണ്ടാണ് 128-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തെ ഭയപ്പെടുക നമ്മൾ ചെയ്യേണ്ട ഒന്നാണ്. ഭയപ്പെടുക എന്ന് പറയുമ്പോൾ പിശാചിനെ ഭയപ്പെടുന്നത് പോലെയാണോ ദൈവത്തെ ഭയപ്പെടുന്നത്? അല്ല. ദൈവത്തെ ഭയപ്പെടുക, ദൈവം സർവശക്തനായ അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ള ദൈവമാണ്. ദൈവത്തിനൊന്നും മറഞ്ഞിരിക്കുന്നില്ല. ഈ വലിയവനായ ദൈവത്തോടുള്ളൊരു ബഹുമാന പുരസ്സരം ഉണ്ടാകുന്ന ഒരു ഭയം, ആ ഭയത്തിൽ നമ്മൾ ജീവിക്കണം. പിശാചിനോട് പണ്ടുണ്ടായിരുന്ന ഭയം എന്താണ്? അവൻ നമ്മെ നശിപ്പിക്കും, അവൻ നമ്മെ തകർക്കും, നമ്മുടെ വീടിനെ നശിപ്പിക്കും, ആഭിചാരവും മന്ത്രവാദവും നമ്മുടെ വീടിന് ഫലിക്കും. ഇന്ന് ആ പേടി നമുക്കില്ല. ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അതിനെ ഉപേക്ഷിക്കണം. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കില്ല. മനുഷ്യരോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാമെന്ന് എബ്രായ ലേഖനം 13-8 വാക്യം പറയുന്നു. എന്താ കാരണം? അതെന്താണ് അവിടെ അങ്ങനെ പറയുന്നത്? എബ്രായ ലേഖനം 13-6 മുതൽ വായിക്കുമ്പോൾ കാണാം, ഞാൻ പേടിക്കില്ല. മനുഷ്യരാണ് മന്ത്രവാദങ്ങളിലൂടെ ജനങ്ങളെ ആക്രമിക്കുകയും, മന്ത്രവാദങ്ങളിലൂടെ എന്താ സംഭവിക്കുന്നത്? പിശാച് പ്രവർത്തിക്കുന്നു. പിശാചിനെ ഉപകരണമാക്കിയുള്ള മന്ത്രവാദങ്ങൾ, അങ്ങനെ ഒത്തിരി കുടുംബങ്ങൾ നശിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ പല ദേശത്ത് പല കുടുംബങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്താ കാരണം? ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴിയിലല്ല അവർ നടക്കുന്നത്. എന്നിട്ട് അവർ പറയും ഇതെല്ലാം എൻ്റെ വിധിയാണ്. അല്ല, ദൈവത്തെ ഭയപ്പെടുക. വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ഭയപ്പെടാൻ തോന്നും. ദൈവ ഭയം നമുക്കുണ്ടാകാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, ബൈബിൾ വായിക്കുക. ബൈബിൾ വായിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തനായ ഫറവോ എന്ന രാജാവിനെ ദൈവം അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ്റെ ജീവിതത്തിൽ 10 ബാധകളെ കാണിച്ചു. അതിനുശേഷവും വീണ്ടും അവൻ ദൈവജനത്തിനെതിരെ വന്നപ്പോൾ അവനെ ചെങ്കടലിൽ മുക്കിയത് നമ്മൾ വായിക്കുന്നു. ദൈവത്തിനൊന്നും മറഞ്ഞിരിക്കുന്നില്ല. അടുത്തത് ദാവീദ്, അവൻ രഹസ്യമായി ചെയ്ത പാപം ദൈവം പരസ്യമാക്കി. എങ്ങനെയാണ് നമുക്ക് ദൈവഭയം ഉണ്ടാകുന്നത്?
ഈ ദൈവത്തിനൊന്നും മറവല്ല. ഈ ദൈവം ഏതവനെയും കൈകാര്യം ചെയ്യും. നീതിമാൻ എത്ര അനുഗ്രഹത്തിൻ്റെ വഴിയിൽ നടക്കുന്നു അവനെ അത്രയും ഉയർത്തും. എന്നാൽ നീതിമാനായ ദാവീദ് ഒരു അനീതി കാണിച്ചപ്പോൾ ദൈവം അവനെ വിട്ടില്ല. ആദ്യം അവനെ ശകാരിക്കാൻ വേണ്ടി, അവനെ തിരുത്താൻ വേണ്ടി ഒരു പ്രവാചകനെ, നാഥാൻ പ്രവാചകനെ വിടുന്നതാണ് നമ്മൾ കാണുന്നത്. ദാവീദ് പേടിച്ചുപോയി. വേറൊരിക്കൽ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിലത്തെ നാളുകളിൽ 2 ശമൂവേൽ ഒടുവിലത്തെ അധ്യായങ്ങളിൽ കാണാം, ഇസ്രായേലിനെ ദാവീദ് എണ്ണി. ഇസ്രായേലിനെ അങ്ങനെ എണ്ണാൻ പാടില്ല, അതിനെല്ലാം ദൈവത്തിനൊരു കണക്കുണ്ട്. എന്നാൽ ദാവീദ് എണ്ണാൻ പാടില്ലെങ്കിലും തൻ്റെ സേനാധിപതിയായിരിക്കുന്ന യോവാബ് പറഞ്ഞു, യജമാനെ അത് വേണോ? ദാവീദ് പറഞ്ഞു, എണ്ണിയേ തീരൂ. അതുകൊണ്ട് യോവാബ് ഈ കാര്യം ചെയ്യേണ്ടി വന്നു. യോവാബാണ് അന്ന് സേനാധിപതിയായിരിക്കുന്നത്. അതിൻ്റെ അനന്തരഫലം 70,000-ലധികം പേർ ഇസ്രായേലിൽ മരിക്കേണ്ടി വന്നു. ദൈവം ദാവീദിനോട് പറഞ്ഞു, 3 ശിക്ഷ, ഇതിനകത്ത് ഏത് വേണമോ എന്ന് നീ തീരുമാനിച്ചു. 3 വർഷം ഈ രാജ്യത്ത് ക്ഷാമം വേണോ, ഇത്രയാൾ മരിക്കണോ, അങ്ങനെ 3 ശിക്ഷയിൽ ഏതെങ്കിലും ഒന്ന് നീ അനുഭവിക്കണം. ദാവീദ് അന്ന് ദൈവത്തെ ഭയപ്പെട്ടു പോയി. 3 ദിവസത്തെ ഒരു മഹാമാരി ദൈവം അവിടെ പദ്ധതിയിട്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്ന്, അന്ന് ഈ ബാധയുമായി ഇറങ്ങി വന്ന് നിൽക്കുന്ന കാഴ്ച അന്ന് ജനങ്ങളും എല്ലാവരും കണ്ടു. ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് പോലും ദൈവത്തെ ഭയപ്പെട്ടത് വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് ദൈവം ആരാണെന്ന് ദൈവം തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തി തന്ന ചരിത്രങ്ങൾ ബൈബിളിലുണ്ട്. നാം ചെയ്യുന്ന ഓരോ തെറ്റിനും ശിക്ഷ തരാൻ കഴിയുന്നവനാണ് ദൈവമെന്ന് ആദ്യം നമ്മൾ അറിയണം. അതായത് ആരെ ഭയപ്പെടണമെന്ന് യേശു പഠിപ്പിച്ചു. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. കൊന്നിട്ട് അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും, എന്നിട്ട് നരകത്തീയിൽ കൊണ്ടുപോയി തള്ളിക്കളയും. അതുകൊണ്ട് ദൈവത്തെ നാം ഭയപ്പെടണമെന്ന് ദൈവവചനം, യേശു കർത്താവിൻ്റെ വാക്കുകൾ നാം കേട്ട് നാം ദൈവഭയമുള്ളവരായിരിക്കണം. ദൈവഭയത്തിൽ ജീവിക്കുന്നവർ, അതാണ് യഹോവ ഭക്തി. യഹോവ ഭക്തി എന്ന് പറയുന്നത് ദൈവഭയമാണ്. സദൃശവാക്യം അതിനെക്കുറിച്ച് പറയുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. ചിലർ പറയും, എനിക്ക് ദൈവത്തെ വിശ്വാസമില്ല. നിനക്ക് ദൈവത്തെ വിശ്വാസമില്ലെങ്കിലും ദൈവമുണ്ട്. ദൈവമുണ്ടായിട്ടും നീ ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ എത്ര വലിയ അപകടമാണ്. നീ നിരീശ്വരവാദിയായി എന്ന് കരുതി ദൈവമില്ലാതെ പോകുമോ? ദൈവം ജീവനോടെ ഇരിക്കെ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതാണ് നിന്റെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ ന്യായവിധി. അത് നിനക്ക് വരാൻ പോകുന്ന വലിയ അനർത്ഥമാണ്. ആകട്ടെ, നീ ഒരു നിരീശ്വരവാദിയാണ്, നീ ദൈവത്തെ വിശ്വസിക്കുന്നില്ല. ഇന്ന് സമൂഹത്തിൽ ഒരു തലമുറ ദൈവത്തെ വിശ്വസിക്കാത്തവർ എഴുന്നേറ്റ് വരുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല. അവൻ പലതിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടി വരും. എന്തുകൊണ്ടാണ് നാം പാപം ചെയ്യാതെ മാറി നിൽക്കുന്നത്, പാപത്തിൽ നിന്ന് ഒഴിയുന്നത്? നമുക്കറിയാം, മരണത്തിനപ്പുറവും ഒരു ന്യായവിധി നടത്തുവാൻ ഭൂമിയിൽ പോകട്ടെ. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും മോശമാണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നമ്മളെല്ലാവരും ക്രിസ്തുവേശുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടവരാകുന്നു. വെളിപ്പാട് പുസ്തകം 21 ന്യായവിധി ദിവസത്തെക്കുറിച്ച് വായിക്കുന്നു.
പുസ്തകത്തിൽ പേരെഴുതാത്ത ഏവനും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. അപ്പൊ ഇതെല്ലാം വേദപുസ്തകമാണ് ഈ സത്യത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ മാനവ സമൂഹത്തിന് തന്നത്. ബൈബിൾ വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ സത്യങ്ങളാണ്. ബൈബിൾ അടച്ചു വെച്ചെന്ന് കരുതി, ബൈബിൾ വായിച്ചില്ലെന്ന് കരുതി ദൈവം ഇല്ലെന്ന് തെളിയിക്കാനൊന്നും ആർക്കും കഴിയില്ല. ദൈവത്തെ പേടിച്ചേ മതിയാവും. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കാതെ യാതൊരു നിവൃത്തിയുമില്ല. നീ ദൈവമുണ്ടായിട്ടും ദൈവമില്ല എന്ന് പറയുന്ന അപകടം എത്ര വലിയ അപകടമാണ്. അടുത്തത് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, 1-2 അധ്യായം വായിക്കുമ്പോൾ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചില്ല. അവരുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതിയുടെ സാദൃശ്യമാക്കി മാറ്റി. ജീവനുള്ള ദൈവമുണ്ടായിട്ടും ദൈവത്തെ ഭയപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ദൈവമല്ലാത്തതിനെ ഭയപ്പെട്ട് ജീവനുള്ള ദൈവത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചു. ഇന്ന് മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ്. എന്നിട്ട് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെയുള്ളവർ പറയും, ഇതെല്ലാം എൻ്റെ വിധിയാണ്. അല്ല, വിധി എന്ന ഒന്നിനെ, ഇങ്ങനെയുള്ളതിനെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയും. എന്ത് ചെയ്യണം? ദൈവത്തെ അറിയണം. യെശയ്യാവ് 34:16 യഹോവയെ അന്വേഷിക്കാൻ ഒരു പുസ്തകം ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതിരിക്കില്ല. ദൈവത്തിൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രയെ കൂട്ടി വരുത്തി. അപ്പം ദൈവം തന്നിരിക്കുന്ന ഈ പുസ്തകത്തെ, ഇത് ക്രിസ്ത്യാനികൾക്ക് തന്ന പുസ്തകമല്ല. ഭൂമിയിലുള്ള എത്ര കോടി ജനമുണ്ട്? 800 കോടിയിലധികമുള്ള ഈ ജനങ്ങൾക്കെല്ലാവർക്കും, ഒരു വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ 10 പേർക്ക്, 2 പേരുണ്ടെങ്കിൽ 2 പേർക്ക്, ഭൂമിയിൽ എത്ര ജനമുണ്ട് അത്രയും ജനങ്ങൾക്ക് ദൈവം തന്ന ഒരേ ഒരു പുസ്തകം, അത് ബൈബിൾ മാത്രമാണ്. ഈ ഭൂമിയിൽ ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തെ വിശ്വസിച്ച്, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്ന ഒരു വ്യക്തി, അവൻ അനുഗ്രഹിക്കപ്പെടും. അവൻ്റെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിച്ച വിധിയിൽ അവനെത്തും. അതിനാണ് വേദപുസ്തകം നമ്മുടെ കയ്യിൽ തന്നത്. അതുകൊണ്ട് കണ്ണടച്ച് ഇരുട്ടാക്കാൻ ആരും നോക്കണ്ട, ദൈവത്തെ ഭയപ്പെടണം. 128 സങ്കീർത്തനം അതാ പറയും, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്ന ഏവനും അനുഗ്രഹീതൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അതായത് അവൻ്റെ തിന്മകളല്ല, അവൻ്റെ തിന്മകൾ മാറിയിട്ട് അവന് നന്മ വരും. തിന്മ ആർക്കും വരാൻ ദൈവം വെച്ചിരിക്കുന്നതല്ല. സദൃശവാക്യത്തിൽ പറയുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അവയോടൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല. അതായത് അവിടെ ഒരു ദുഃഖവും കൂട്ടിച്ചേർക്കുന്നില്ലെന്ന്. ദുഃഖം എന്നുള്ളത് അത് ദൈവം നമുക്ക് ആർക്കും വെച്ചിരിക്കുന്ന ഒന്നല്ല. വേദപുസ്തകം വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നു, ഒരു വ്യക്തിക്കും ദൈവം ദുഃഖം വെച്ചിട്ടില്ല. അപ്പോൾ ചോദ്യം, എന്നിട്ട് എല്ലാവരും എന്തുകൊണ്ടാണ് ദുഃഖത്തിലായിരിക്കുന്നത്? അത് അവരവർ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ അവരവരുടെ ജീവിതത്തിൽ വന്നു കയറുന്ന ഒരു വ്യാധികളാണിത്. അപ്പൻ്റെ വീട്ടിലായിരുന്നപ്പോൾ മുടിയൻ പുത്രന് ഒരു കുഴപ്പമുണ്ടായില്ല. അവൻ്റെ പേര് അങ്ങനെ വന്നതെങ്ങനെയാ? അപ്പൻ്റെ വീട്ടിൽ നിന്ന് പോയപ്പോൾ അവനെ നാട്ടുകാരും അറിയാവുന്നവരൊക്കെ ഇട്ട പേരാണത്. ആ പേര് പോകുന്നില്ല. മുടിയൻ അപ്പൻ്റെ സ്വത്ത് മുഴുവനും വാങ്ങി ദൂരദേശത്തേക്ക് പോയി. അപ്പനെ വേദനിപ്പിച്ച് അപ്പൻ്റെ സ്വത്ത് മുഴുവൻ നാനാവിശേഷമാക്കി. അപ്പോൾ അവൻ്റെ ദുഃഖം ആരംഭിച്ചു. അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ പട്ടിണിയിലായി.
നല്ല വസ്ത്രം ധരിക്കാൻ അവൻ കൊതിച്ചു, നല്ല ഭക്ഷണം കഴിക്കാൻ അവൻ കൊതിച്ചു, നന്നായിട്ട് കിടന്നുറങ്ങാൻ അവൻ കൊതിച്ചു. ദുഃഖം എങ്ങനെ ഉണ്ടായി? ദൈവത്തിൽ നിന്ന്, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യർക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ദുഃഖം. സ്വർഗം ദുഃഖത്തിന്റെ സ്ഥലമല്ല. യേശു ക്രൂശിലെ കള്ളനോട് പറഞ്ഞു, അവൻ ഏറ്റവും വലിയ ദുഃഖത്തിലാണ്, കർത്താവേ, നീ രാജാവാകുമ്പോൾ എന്നെ ഓർക്കണേ, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലുണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം, നിന്നെ ഞാൻ ദുഃഖമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്, നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും. കാരണം ഞാൻ ദുഃഖമില്ലാത്തിടത്തേക്കാണ് പോകുന്നത്, നിന്നെ ഞാൻ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. ദൈവഭയമുള്ള, ദൈവഭക്തിയുള്ള ഒരു വ്യക്തിയുടെ ജീവിതം ഇതായിരിക്കും. 128 സങ്കീർത്തനം, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിന്റെ ഭാര്യ മുന്തിരിവള്ളി പോലെ വീട്ടിലുണ്ടാകും, നിന്റെ മക്കൾ മേശയുടെ ചുറ്റുമുണ്ടാകും, നിന്റെ മക്കൾ നിന്റെ ചുറ്റും ഇരിക്കും, അവർ നിനക്കൊരു അനുഗ്രഹമാണ്, അവർ ഒലിവ് തൈകൾ പോലെയായിരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും, നിനക്ക് നന്മകൾ ഉണ്ടാകും, മക്കളുടെ മക്കളെയും നീ കാണും. ദൈവഭയം, ദൈവഭയം ഉണ്ടാകാൻ എന്ത് ചെയ്യണം? ബൈബിൾ വായിക്കണം. ബൈബിൾ വായിച്ചിട്ട് ദൈവഭയത്തിൽ ജീവിച്ചവർ അനുഗ്രഹിക്കപ്പെട്ടത് കാണണം. യഹോവ ഭക്തി. ഇന്ന് ഭക്തിയില്ലാത്തൊരു തലമുറ എഴുന്നേറ്റ് വന്നു. അത് 2 തിമോത്തി 3 വായിക്കുന്ന അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യൻ സ്വസ്നേഹികളാകും, മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവരാകും, ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് അതിൻ്റെ ശക്തിയെ ത്യജിച്ച് കളയും. ഭക്തിയില്ല, വേഷം മാത്രമേ ഉള്ളൂ. പുറമേ നോക്കുമ്പോൾ ഭക്തിയുള്ളൊരു കുടുംബം എന്ന് തോന്നും. പ്രാർത്ഥനയിൽ നിൽക്കുന്നത് കാണുമ്പോൾ പൊതുജനത്തിൻ്റെ മുമ്പിൽ ഭക്തി അഭിനയിക്കാൻ അറിയാം. ഉള്ളിലുള്ള ഭക്തി, അതാണ് അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്നത്. പുറമെ കാണുന്ന ബാഹ്യ പ്രകടനങ്ങളല്ല. ദൈവത്തെ ഭയപ്പെടണം. ഈ ആഴ്ചയിൽ നമുക്ക് ദൈവത്തെ ഭയപ്പെടാൻ, ദൈവത്തെ അന്വേഷിക്കണം. കർത്താവേ, അങ്ങയുടെ പ്ലാനുകൾ എന്താണ്? എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. ദൈവത്തോട് കണ്ണടച്ചിരുന്ന് ചോദിച്ചാൽ ദൈവം ചെവിയിലൊന്നും വന്ന് പറയില്ല. കാരണം ദൈവം പറയും, കുഞ്ഞെ നീ പുസ്തകം വായിക്കേ, ഞാൻ ദാവീദിനോട് എന്താ ചെയ്തത്, അബ്രഹാമിനോട്, ഇസ്ഹാക്കിനോട്, യാക്കോബിനോട് എന്താ ചെയ്തത്, ഫറവോനോട് ഞാൻ എന്താ ചെയ്തത്, ശൗലെ സഭയെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ദമസ്കോസിൽ ഞാൻ എന്താ ചെയ്തത്, ഹേരോദ രാജാവ് അവൻ സ്വയമായിട്ട് ദൈവമായിട്ട് പുകഴാൻ നോക്കിയപ്പോൾ ഞാൻ എന്താ ചെയ്തത്, നെബൂഖദ്നേസർ സ്വയം അഹങ്കരിച്ച് വന്നപ്പോൾ ഞാൻ അവനോട് എന്താ ചെയ്തത്. ഇതെല്ലാം വേദപുസ്തകത്തിലാണ്. വേദപുസ്തകം വായിക്കുന്നവർക്ക് ദൈവഭയമുണ്ടാകും. ദൈവഭയമുള്ളവർ പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ കൈകൂപ്പാനും ദൈവ വഴിയിൽ നടക്കാനും തുടങ്ങും. ആ നിമിഷം മുതലാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഭക്തിയുള്ളൊരു ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും ഈ ദിവസം ഇത് കേട്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ദൈവം തരാനാണ് ഞാൻ വിശ്വസിക്കുന്നു. അതേ, ദൈവം നല്ലവനാണ്. നമുക്ക് വേണ്ടി ദൈവം ഒരു പുതിയ തുടക്കം തരികയാണ്. പുതിയ മാസം എത്തുന്നതിന് മുമ്പേ നമുക്ക് ദൈവസന്നിധിയിൽ വീണുകിടന്ന് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം, പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ടവർ ഭക്തിയിലേക്ക്, ദൈവഭക്തിയിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സമർപ്പിക്കും. എന്നെ ഉൾപ്പെടെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരു ദൈവഭക്തി പുറമേ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ആഗമേ ഭക്തരായവർ, ആത്മാവിൽ ഭക്തരായവർ, ദൈവത്തെ എപ്പോഴും ഭയപ്പെട്ട് ജീവിക്കുന്നവർ, ദൈവഭക്തിയിൽ നിറഞ്ഞു നിൽക്കുന്നവരായി ഞങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുന്നു. വിധിയെ മാറ്റി എഴുതിയ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഭക്തിയിൽ ജീവിപ്പാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണം. ദൈവകൃപ കൊണ്ട് പൊതിയണം. ഇന്നിത് കേൾക്കുന്നവർക്ക് സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറട്ടെ, അസ്ഥി സംബന്ധമായ
എല്ലാ ബുദ്ധിമുട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ആരോഗ്യ പ്രശ്നങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. പരീക്ഷാകാലങ്ങളിൽ കുട്ടികൾക്ക് വലിയ അത്ഭുതകരമായ ജയവും പരീക്ഷകൾ എഴുതാനുള്ള കൃപയും അവർക്കുണ്ടാകട്ടെ. ഈ ചൂട് സീസണിൽ പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. കാലാവസ്ഥാ വ്യതിയാനം, അസഹനീയമായ ചൂടിൻ്റെ എല്ലാ അസ്വസ്ഥതകളും ഇവരെ വിട്ട് മാറട്ടെ. വീടുകളിൽ ദൈവ സാന്നിധ്യം അവരനുഭവിക്കട്ടെ. ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ചെറിയ കാര്യത്തിൽ പോലും, ഒരു കൊച്ചു കാര്യത്തിൽ പോലും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം വലിയവനാണ്. തങ്ങൾ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കും. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.